എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിച്ച ഒന്ന് ഉപയോഗിച്ച വാക്ക് വിസ്ഡം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബൈസൻറ്റൈൻ റൈറ്റിൽ ഗോസ്പൽ എടുത്തുകൊണ്ട് പാടുന്ന വിസ്ഡമാണ്. അപ്പം ബൈബിളിൽ പ്രത്യേകിച്ച് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അവൻ അറിവുണ്ടായിരുന്നു, പക്ഷേ തിരിച്ചറിവ് വന്നപ്പോഴാണ് അവൻ മാനസാന്തരത്തിൽ. അതിനെയാണല്ലോ വിസ്ഡം എന്ന് പറയും. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് ത്രൂ ഔട്ട് ദ ബൈബിൾ വിസ്ഡം ഇതിനെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം നമുക്ക് അറിവുണ്ട്, പക്ഷേ വിസ്ഡമാണ് ആവശ്യമായിരിക്കുന്നത്. അത് വേദപുസ്തകത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഈ ജ്ഞാനം നമുക്ക്, അതുപോലെ ഒരു വാക്ക് പറഞ്ഞത് ജ്ഞാനസ്നാനം. അതെ, നമ്മൾ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പം സ്നാനപ്പെടുന്നത് ഈ ജ്ഞാനത്തിലേക്കാണ്. I think in the Old Testament, wisdom is identified with divinity also. And in the New Testament, Christ. Wisdom is identified with Christ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നു, വിസ്ഡത്തിൽ സ്നാനപ്പെടുന്നു. ഞങ്ങളുടെ കുർബാനയിൽ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് പറയുന്നത് ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ ആ വിസ്ഡത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ടച്ച് ചെയ്തു, സ്പർശിച്ചു. അതുപോലെ ഈ സാംസ് വളരെ ആഴമുള്ള അർത്ഥമുള്ള ഈ 19-ാമത്തെ സങ്കീർത്തനം ഞങ്ങൾ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ രാവിലെ ചില ആകാശങ്ങൾ, തമിഴിലാണ് വാനങ്ങൾ മാച്ചുമേ സാറ്റും, ഈ ചൊല്ലുമില്ലേ പേച്ചുമില്ലേ എന്നുള്ളതാണ് തമിഴിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്റ്റോളജിക്കൽ, എസ്കറ്റോളജിക്കൽ, മിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ ചൊല്ലിപ്പോവും. ഇന്ന് പ്രാർത്ഥന ചൊല്ലിയതുപോലെ എത്രയും വേഗം തീർക്കുക എന്നുള്ളതാണ് പരിശ്രമം. പക്ഷെ അങ്ങനെ ആഴത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അനലിറ്റിക്കലായിട്ട് ചിന്തിക്കാറില്ല. പക്ഷേ ഈ സങ്കീർത്തനം ഇങ്ങനെ ഇതുപോലെ തന്നെ. അപ്പം എനിക്ക് ഇദ്ദേഹം ബ്രദർ പറഞ്ഞപ്പം ഞങ്ങളിങ്ങനെ പാട്ടുകളൊക്കെ എഴുതുന്നവരാണ്. അപ്പോൾ ഇനി പാട്ട് എഴുതേണ്ട ആവശ്യമില്ല, 150 പാട്ട് ഓൾറെഡി ഉണ്ട്, അത് പാടിയാൽ മതി എന്ന് തോന്നി. താങ്ക് യു. Thank you, Bishop. Thank you. Yes.